നമസ്കാരം. സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആകപ്പാടെ പ്രശ്നമാണ്. സുപ്രഭാതത്തിൽ ആകപ്പാടെ അലമ്പാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുപ്രഭാതത്തിൻ്റെ ചെയർമാനാണ്. ആ ചെയർമാൻ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ട് ആ പത്രത്തിൽ CPM-ന്റെ ഒരു പരസ്യം വരുന്നു. അതായത് സരിനെ പോലെ സരിൻ തരംഗം എന്ന് പറഞ്ഞ തലക്കെട്ടോടു കൂടി അവിടെ ഒരു ഇത് വരുന്നു. അതോടൊപ്പം തന്നെ ഈ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അനുമതിയൊന്നും കൂടാതെ ഒരു പരസ്യം ലാവിഷായി എടുത്തങ്ങ് ചാർത്തി ചെലുത്തി കൊടുക്കുന്നു. അതിൽ പ്രധാനമായും ഒരു മുസ്ലിം വിരുദ്ധതയെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യരുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും, സന്ദീപ് വാര്യർ അവിടെ ട്രൗസർ ഇട്ടുകൊണ്ട് തലയിലൊരു കറുത്ത തൊപ്പിയും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന, അതായത് ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും ഈ പത്രത്തിൽ അച്ചടിച്ച് വന്നത്. ഇത് കോൺഗ്രസിനൊരു പക്ഷേ ദോഷം ചെയ്യണം, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ എന്നുള്ള തരത്തിലാണ് CPM അതിനെ ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടി തന്നെയാണ് CPM ദേശാഭിമാനിയെ പോലും ഒഴിവാക്കിക്കൊണ്ട് സുപ്രഭാതത്തിലും സിറാജിലും, അതായത് സിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പത്രമാണ്, ഈ രണ്ട് ന്യൂനപക്ഷ പത്രങ്ങളിലും പരസ്യം പ്രസിദ്ധീകരിച്ചത്. അത് ചില ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം, ചലനങ്ങൾ വരും ഭാവിയിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം തൽക്കാലം ഇത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ, അല്ലെങ്കിൽ അവിടുത്തെ പത്രത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഭയങ്കരമായി ശാസിച്ചിട്ടുണ്ട്. ഇനിയും മേലാൽ ഇങ്ങനെ ഒന്നും ആവർത്തിക്കരുത്, മോശമല്ലേ നിങ്ങൾ കാണിച്ചത്, അല്ലേ, വേണമെങ്കിൽ പിടിച്ചിട്ട് 2 അടിയും കൂടെ കൊടുക്കാം എന്ന് പറയുന്ന തരത്തിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതായത് സുപ്രഭാതത്തിൻ്റെ ചെയർമാൻ, പ്രതികരിച്ചിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇത് സത്യത്തിൽ ഒരു വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും UDF-ന്റെ ഒരു സ്റ്റാൻഡുണ്ട്. ഈ അവരെ കിട്ടിയാൽ കൊള്ളാം, ഈ പറയുന്ന പോലെ മുത്തുക്കോയ തങ്ങളെ കിട്ടിയ സമസ്തയെ കിട്ടിയാൽ കൊള്ളാം, അതോടൊപ്പം തന്നെ കാന്തപുരത്തിനെയും ലീഗിനെയും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിർത്തി അവരുടെ വോട്ടുകളൊക്കെ മേടിച്ചെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും UDF വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഗുണകരമായി തന്നെ സംഭവിക്കുകയും ചെയ്തതാണ് ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ന്യൂനപക്ഷക്കാരൻ മത്സരിച്ചപ്പോൾ പോലും കിട്ടാത്ത തരത്തിലുള്ള വോട്ടിൻ്റെ നേട്ടമുണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില മേഖലകളിലേക്ക് കാര്യമായ ഒരു സ്വാധീനം ചെലുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. BJP-യുടെ ഒരു പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നതിൻ്റെ സൂചനകളാണ് പാലക്കാട് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഒരു പത്രപരസ്യം വന്നത്. ഈ പരസ്യം പക്ഷേ CPM ഇന്നോ നാളെയോ അതിൻ്റെ ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തതല്ല. അതായത് ഇത്രയും മുസ്ലിം വിരുദ്ധത, ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച് നിന്ന, മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ ചപ്പ് കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് വരെ തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കപട മതേതരവാദിയെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് സന്ദീപ് വാര്യരുടെ ഉള്ളിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത എന്താണ് എന്നുള്ളത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കടുങ്കൈ CPM ചെയ്തത്. പക്ഷെ അത് ഉടനെ തന്നെ അതിനൊരു ഗുണം എന്ന് CPM-ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടേണ്ടതായിരുന്നു എവിടെ ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിനല്ല, ഒരു ദൂരവ്യാപകമായ ഒരു ഗുണം CPM-ന് ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് പാർട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിലൂടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മതേതര മുഖം നഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുക. അങ്ങനെ ഒരു ചതി ഇദ്ദേഹത്തോട് ചെയ്തപ്പോൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ചെയ്തപ്പോൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സത്യത്തിൽ പുലിവാല് പിടിച്ചു എന്ന് പറയുന്നതാവും ശരി. കാര്യം എന്താണ്, UDF-നെ പിണക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ഇനിയും പറയും, അത് ശ്രീകണ്ഠൻ പറഞ്ഞതിനെ വെട്ടി ഷാഫി പറഞ്ഞുവെങ്കിൽ പോലും ഞങ്ങൾ UDF-ൻ്റെയോ വർഗീയ കക്ഷികളുടെയോ വോട്ട് കൊണ്ടല്ല ജയിച്ചത്, ലീഗിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ വർഗീയ കക്ഷികളുടെ വോട്ട് കൊണ്ടല്ല ജയിച്ചത് എന്ന് ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി. അപ്പം ഇതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇപ്പോൾ UDF-ന് അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാന്തപുരത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പക്ഷം. പക്ഷേ വേണ്ട രീതിയിൽ അവിടുത്തെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുത്തുക്കോയ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു പരാജയമാണ്. അവിടെ വേണ്ട രീതിയിൽ നടപടിയെടുക്കണമായിരുന്നു. ഇങ്ങനെയൊരു പരസ്യം വന്നപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ തലപ്പത്തിരുന്ന ആൾക്കാരുമായി സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഈ പരസ്യം പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ബന്ധം ഉലയുന്നതിന് എവിടെയെങ്കിലും കാരണമായി തീരുമോ എന്നുള്ള സംശയം ഇപ്പോൾ തങ്ങൾക്ക് ഉണ്ട്.